10-12 മണിക്ക് ശേഷം സാമൂഹിക വിരോധികൾ നമ്മുടെ പൊടിക്കമ്പത്തിലെ ഡിവൈഎഫ്ഐയുടെ കൊടിയും പാർട്ടിയുടെ കൊടിയും പറിച്ച് നടുറോട്ടിലിട്ടിരിക്കുക. നടുറോട്ടിലിട്ടില്ല അവർ പോയി. ആരാണെന്നുള്ളത് അറിയില്ല. ഇവിടെ തൊട്ടടുത്ത് പ്രദേശത്ത് ഒരു മാരി പൂജയും അവിടെ നിന്ന് പോലീസ് പൂജന്റെ അവിടെ വന്ന് അവര് വന്നിട്ടാണ് ആ പൊടിക്കമ്പത്തിന് നടുറൂട്ട് മാറ്റി വെച്ച് പോയി. രാവിലെ നമ്മുടെ യൂണിയന്റെ സഖാവ് ചായക്ക് വന്നപ്പോഴാണ് കൊടി കമ്പ് പോയ വിവരം നമ്മൾ അറിയുന്നത്. അപ്പം തന്നെ എന്നെ അറിയിച്ചു. അതുപ്രകാരം ഞാൻ കൊയിലാമ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. പോലീസ് വന്നു. അവർ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെന്നായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാകയെ ധൈര്യം തൻ്റെടവും ഉള്ളവനാണെങ്കിൽ പകല് വന്ന് പറിക്കണം. അതാണ് ധൈര്യം കാണിക്കുന്നത്. പകലാണ്. അല്ലാതെ രാത്രി കാലങ്ങളിൽ വന്ന് കള്ളന്മാർ വന്ന് പൊക്കിക്കൊണ്ട് പോകുമാതിരി രാത്രികാലങ്ങൾ ചെയ്യുന്നവർ ആണുങ്ങളല്ല. ആരാണെങ്കിലും ഏത് രോഗിയാണെങ്കിലും പട്ടാം പകല് വന്ന് പറഞ്ഞു പറിക്കണം. അവനാണ് രാഷ്ട്രീയക്കാരൻ. ഏത് രാഷ്ട്രീയക്കാരനായാലും. പക്ഷെ ഇത് അതല്ല ചെയ്യുന്നത്. നമ്മുടെ കൊടിയെ അവന്റെ തലപ്പുറത്താണ്, അവന്റെ നെങ്ങത്താണ് ഇരിക്കുന്നത് എന്നുള്ള അതിന്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പോകുന്നത് ആ പൊടിക്കുമ്പോൾ തന്നെ പൊട്ടിച്ചത്. ഏതായാലും നമുക്ക് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നമ്മളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണോ ഈ കൊടിക്കമ്പം പൊട്ടിച്ചത് അതേപോലെ അവന്റെ ഒരു കൈയും ഒരു കാലും പൊട്ടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പടകരപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്ന് ഏത് രാഷ്ട്രീയക്കാരനും തിളക്കരുത്, അതിക്രമം കാണിക്കരുത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേരൂന്നിട്ടുണ്ട്. അത് ഈ സാമൂഹിക ദ്രോഹികൾ മനസ്സിലാക്കണം. ഇതൊരു സൂചന മാത്രമാണ്. ഈ സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ ആരാണോ പറിച്ചത് അവന്റെ വീട് കേട് ഒരു കൈയും ഒരു കാലും വെട്ടാനുള്ള സങ്കടം CPIM-നുണ്ട്. അത് തറപ്പറ്റി ഈ യോഗത്തിൽ വെച്ച് പറയാം. താങ്കളെ ഈ സ്വന്തം പോയതിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ള ഈ പ്രകടനത്തിൽ പങ്കെടുത്ത ഡിവൈഎഫ്ഐയുടെ സഖാക്കൾക്കും അതുപോലെ പാർട്ടി സഖാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് തോന്നുന്നത്. ആണായിരിക്കില്ല അവൻ വന്നവൻ, ആണായിരിക്കില്ല. അവന്റെ ആണത്തോടെ കൂടി വന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നേരിട്ടുള്ള കാര്യങ്ങൾ. ഇത് രാത്രി പാതിരാത്രി വെള്ളമെടുത്ത് വന്നിട്ട് പൊടി ആണത്തോടെ കൂടി വന്ന് ആണല്ലാതെ വന്നില്ലല്ലേ. Zindabad.